നമ്മളോടൊപ്പം ഉള്ളത് സിട്രോൺ C3 എയർക്രോസ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിട്രോൺ ഇറക്കിയ ഒരു മോഡലാണ് ഈ ഓട്ടോമാറ്റിക്. ടോപ്പ് ആൻഡ് ബോട്ടം ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമ്മൾ യൂഷ്വലി ഫോർച്യൂണറിലും എൻഡവറിലും കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് ഗിയർ ബോക്സ് ആണ്. ഫസ്റ്റ് ഇതിന് ഡിസൈൻ ആസ്പെക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ആക്ച്വലി ലുക്സ് വെരി ഗുഡ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ശരിക്കും ഒരു 7 സീറ്റർ ഓപ്ഷൻ കൂടി വരുന്ന വണ്ടിയാണ്. എങ്കിൽ പോലും ഇതൊരു 5 സീറ്റർ ഓപ്ഷൻ്റെ ഒരു സൈസാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിറ്റീസിലെല്ലാം ഓടിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ ഒരു ചെറിയ വണ്ടി ഓടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് സിറ്റീസിൽ ഓടിച്ച് പോകാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ലുക്സ് റിയലി ഗുഡ് ആക്ച്വലി. ഇത് ആക്ച്വലി ഫുൾ ഓപ്ഷനാണ്. ഇതിന് ഡുവൽ ടോൺ കളർ സ്കീമൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ 2 ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. C3 എയർക്രോസ്, അതുപോലെ പ്യൂർടെക്കിൻ്റെ എഞ്ചിൻ്റെ സ്പെക്കാണ് പറയുന്നത്. 1.2 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. പ്രൊഡ്യൂസിങ് 110 ഹോഴ്സ് പവർ ആൻഡ് 205 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്ക്. മാനുവൽ ഓപ്ഷനിൽ 190 Nm ആണ്. ഓട്ടോമാറ്റിക്കലി 205 ആണ് വരുന്നത്. ഇതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 200 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 2671 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. ഈ ക്ലാസ്സിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വീൽ ബേസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യമായാലും ബാഡ് റോഡ്സിൽ ഓടിക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഒരു മാക്കുവായ വളരെ റഗഡായ ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ഈ C3 എയർക്രോസിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. 17 ഇഞ്ചേഴ്സാണ് അലോയ് വരുന്നത്. അത്യാവശ്യം ഓഫ് റോഡ് ഫ്രണ്ട്ലി ആയ ടയേഴ്സും ഓൾ ടെറൈൻ ടയേഴ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയ ഒരു വളരെ ഒരു പ്രാക്ടിക്കലായ ഒരു ഫാമിലി SUV ആണ് ഈ ഒരു C3. എടുത്ത് പറയേണ്ട ഒരു സംഭവം ബൂട്ട് സ്പേസ് ആണ്. ഇതൊരു 5 സീറ്റർ വേരിയന്റ് ആണ്. ഇതിൽ വരുന്നത് 444 ലിറ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ 7 സീറ്റർ വേരിയന്റ് വരുമ്പോൾ 511 ആണ്. അതിന്റെ 7 സീറ്റർ വേരിയന്റിൽ വരുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആ ബാക്ക് സീറ്റിൽ വരുന്ന സീറ്റ് നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് റിമൂവ് ചെയ്ത് പുറത്ത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ 5 സീറ്ററിന്റെ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബാക്കിൽ കാണുന്ന ഈ സീറ്റ് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊരു ഓൾ ഇന്ത്യ ഒക്കെ 2 പേര് വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്തുകൊണ്ട് 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ ഈ ഒരു വണ്ടി ആക്കാൻ പറ്റും. സോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫംഗ്ഷണലും പ്രാക്ടിക്കലായ ഒരു കുറേ ആസ്പെക്ട്സ് സിട്രോൺ ഈ C3 എയർക്രോസിന് കൊടുത്തു. ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഒരു പ്രാക്ടിക്കലായ നമുക്ക് ഈസിലി വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് സിട്രോണിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡാഷിന്റെ ഡിസൈൻ വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ഈ ഒരു AC വെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ വളരെ ഒരു നമ്മളൊരു ഫ്രഞ്ച് ഫ്ലെയർ എന്നൊക്കെ പറയുന്നത് ഫ്രാൻസ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്രഞ്ച് ഫ്ലെയർനെസ് ഇതിന്റെ ഡിസൈൻസിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് വളരെ ഒരു ചെറിയൊരു സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സിട്രോൺ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ മെനു കാര്യങ്ങളിലേക്കും പോകാനും എളുപ്പമാണ്. പിന്നെ ഈ ഒരു മെനു പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കാണാം. ഈ ഒരു അടുത്ത സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 10.25 ഇഞ്ചിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം വളരെ ഒരു ടച്ച് റെസ്പോൺസീവ് ആയ ഇത്ര നല്ല രീതിയിലുള്ള ഒരു ടച്ച് സ്ക്രീൻ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നമുക്ക് ഈ ഒരു ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു നല്ല എക്സ്പെൻസീവ് ഒരു ഫോണിൽ യൂസ് ചെയ്യുന്ന അതേ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് റിയലി ഗുഡ് തിങ്. ഈ ഒരു 10.25 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഇതിന്റെ ഡാഷിൽ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു സംഭവം. ബാക്കി നമുക്ക് ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എന്റെ ഹൈറ്റ് 6 feet ആണ്. ആൻഡ് ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ഇൻ. നമുക്ക് ഇനി ബാക്ക് സീറ്റിന്റെ കാര്യം ഇതിന്റെ ഇൻഗ്രസും എഗ്രസും വളരെ ഈസിയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ പറ്റുന്നുണ്ട്. ബാക്ക് സീറ്റിന്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ബാക്ക് സീറ്റിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എൻ്റെ ഒരു പൊസിഷനിൽ വെച്ചിട്ടും ഐ ക്യാൻ കംഫർട്ടബിളി സിറ്റ് ചെയ്യാൻ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നല്ല വലിയൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് 5 സീറ്റർ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നമുക്ക് ഈ ഒരു ട്രേ വരുന്നുണ്ട്. ഇതേ വേരിയന്റിൽ ഇതേ ഒരു സിട്രോൺ C3 എയർക്രോസിൽ നമുക്ക് 7 സീറ്റർ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒരു ഫാമിലിയുടെ സൈസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി മേടിക്കാവുന്നതാണ്. മൊത്തത്തിൽ സീറ്റിംഗ് പോസ്റ്റർ ആയാലും ഈ ഒരു സ്പേസ് ആയാലും ഇന്റീരിയറിന്റെ ഡിസൈൻ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഈ ഒരു മൊത്തത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇറ്റ് ഈസ് എ വെരി യൂണീക്ക് കാർ. വളരെ സ്പെഷ്യലായ യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് സിട്രോൺ C3 എയർക്രോസിന് കൊടുത്തേക്കുന്നത്. ബാക്കി ഇതിന്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സും പെർഫോമൻസ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് സ്മൂത്ത് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഡ്രൈവിംഗ്. സോ നമ്മളിപ്പോൾ ഓടിക്കുന്നത് C3 എയർക്രോസിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിട്രോൺ ഇറക്കിയ ഒരു വേരിയന്റ് ആണ്. ആൻഡ് ദിസ് കംസ് വിത്ത് 6 speed ടോപ്പ് കൺവേർട്ടർ ഗിയർ ബോക്സ്. ഈ ഒരു ഇതേ ടൈപ്പ് ഗിയർ ബോക്സ് ആണ് നമുക്കൊരു ഫോർച്യൂണറിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഏഷ്യൻ സോഴ്സിലാണ്, ജപ്പാൻ മെയ്ഡാണ് ഈ ഗിയർ ബോക്സ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിന്റെ റെസ്പോൺസീവ്നെസ്സും ഈ ഒരു ഗിയർ ബോക്സിന്റെ സ്മൂത്ത്നെസ്സും കൂടി ചേരുമ്പോൾ ദിസ് കാർ ഫീൽസ് റിയലി ഗുഡ് ടു ഡ്രൈവ്. നമുക്ക് ഒരു രീതിയിലുള്ള ലാഗ് ഇല്ല, ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡിഫ്ലക്റ്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുന്നേക്കാൾ മുന്നേ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഇതിന്റെ റൈഡ് ക്വാളിറ്റി. ബിക്കോസ് ഞാൻ ഇതേ ഒരു കമ്പോഷർ ഇതിന്റെ ഇപ്പം അടുത്ത് ഞാൻ ഓടിച്ച വണ്ടി GLE 250D ആയിരുന്നു മെർസിഡീസിന്റെ. ആ ഒരു കൈൻഡ് ഓഫ് റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു
വണ്ടിക്കും കിട്ടുന്നത്. ആ ഒരു വണ്ടി പറഞ്ഞാൽ ഇതിന്റെ ഒരു 5 times അല്ലെങ്കിൽ 6 times more എക്സ്പെൻസീവ് ആണ്. എങ്കിൽ പോലും ഇതിന്റെ ഈ ഒരു സസ്പെൻഷൻ സെറ്റപ്പും കംപ്ലീറ്റ്ലി ആയിട്ട് നോക്കുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ട് കാസിന്റെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊരു ഫ്രഞ്ച് കാറാണ്. ഫ്രഞ്ച് കാർസ് ആർ ഓൾവേസ് ഗുഡ് അറ്റ് റൈഡ് ക്വാളിറ്റി. നമുക്ക് C5 എയർക്രോസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ബിക്കോസ് ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് റൈഡിങ് കാർസ് ഇൻ ദാറ്റ് സെഗ്മെന്റ്. പിന്നെ ഇതിന്റെ ഡ്രൈവിങ്ങിന്റെ പൊസിഷൻ അറിയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. ബോണറ്റ് വളരെ വിസിബിൾ ആണ്. നമുക്ക് ഒരു രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ട്സും കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം ചെറിയൊരു ഡാഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പില്ലറിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡാഷിന്റെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളും എക്കണോമിക്കലി വളരെ സൗണ്ടാണ്. എല്ലാം നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കുന്നത്. പിന്നെ സിട്രോൺ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിക്കാണ്. വെറുതെ കുറെ ഫീച്ചേഴ്സ് കൊടുത്ത് ആൾക്കാരെ പറ്റിക്കലല്ല സിട്രോണിന്റെ പരിപാടി. നമുക്ക് ആവശ്യമുള്ള അതുപോലെ തന്നെ വളരെ ഒരു യൂസ്ഫുൾ ആയ ഫീച്ചേഴ്സ് മാത്രമാണ് സിട്രോൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ആ ഫീച്ചർ ഇല്ല ഈ ഫീച്ചർ ഇല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും കിട്ടുന്നില്ല. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ടച്ച് സെൻസിറ്റീവ് ആയ ക്വാളിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാഷിന്റെ ക്വാളിറ്റി ആയാലും ഈ ഒരു സ്ക്രീനിന്റെ ക്വാളിറ്റി ആയാലും എല്ലാം വളരെ ഒരു റെസ്പോൺസീവ് ആയ വളരെ നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം ഇതിന്റെ ഒരു ടച്ച് റെസ്പോൺസീവ് ആണ്. കാരണം നമ്മൾ നല്ലൊരു എക്സ്പെൻസീവ് ഉള്ള സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്ട്രെച്ച് കിട്ടുമ്പോൾ അതിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യാം. പിന്നെ ഗേസ് ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ 1, 2, 3 ആയി എന്ന് തോന്നുന്നു. നമുക്ക് ഗേസ് മാറുന്ന അറിയുന്നില്ല. ഡിയിലാണ് പോകുന്നത്. പിന്നെ ഈ ടാക്കോമീറ്റർ നമുക്ക് ഈ ഒരു സ്പീഡോമീറ്ററിന്റെ ചുറ്റുമായിട്ട് കാണാവുന്നതാണ്. പിന്നെ സഡൻ റെസ്പോൺസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് കൊടുത്താൽ വണ്ടി വലിക്കാവുന്നേ ഉള്ളൂ. ഒരു രീതിയിലുള്ള ലാഗ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് യു ക്യാൻ ഫീൽ ദാറ്റ്. അതുപോലെ എഞ്ചിൻ വളരെ റെസ്പോൺസീവ് ആണ്. വളരെ ഒരു സൈലന്റ് ആണ്. അധികം ഒരു സൗണ്ട് കാര്യങ്ങളും വരുന്നില്ല. ഇതൊരു 1.2 ലിറ്റർ ടർബോ ചാർജ് 3 സിലിണ്ടർ എഞ്ചിൻ ആയിട്ട് പോലും ആ ഒരു 4 സിലിണ്ടറിന്റെ സ്മൂത്ത്നെസ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ റൈഡിങ് ഹാൻഡ്ലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഇസ് ബെസ്റ്റ് ഇൻ ദ ക്ലാസ്. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല, ദിസ് ഇസ് ദ ബെസ്റ്റ്. കാരണം ഈ ഒരു ഹാൻഡ്ലിങ്ങിന്റെ കാര്യം എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. നമുക്ക് ഹൈ സ്പീഡ്സിലുള്ള സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ സിട്രോണിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് മാനുവൽ ഓപ്ഷൻ വരുന്നുണ്ട്. മാനുവലിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ M3 ആണ്. നമുക്കിതിൽ ഷിഫ്റ്റ് ചെയ്യാവുന്ന സാധിക്കുന്നുണ്ട്. പിന്നെ വളരെ ഒരു ഇത്ര വലിയ വണ്ടിയായിട്ട് പോലും നമുക്ക് എടുത്ത് പോകുമ്പോൾ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. വളരെ സ്മൂത്ത് ആണ് ഇഞ്ചിൻ. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡ് ലൈൻ എത്താറായെങ്കിൽ പോലും നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ഗ്രഫ്നെസ്സും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഡീലാണ് നമുക്കൊരു സ്ട്രെച്ചുകൾ കിട്ടുന്നുണ്ട്. കാല് കൊടുത്തോക്കാം. 40 to 50, 60, 70 ദിസ് ഇസ് വെരി ഗുഡ് ടു ഡ്രൈവ്. ഇതിന് ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ നമുക്ക് ഒരു 15 അറൗണ്ട് കിട്ടാവുന്നതാണ്. ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ടു ഡ്രൈവിംഗ് ആയിരിക്കും. നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും 15 അബവ് കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു മൊത്തത്തിൽ ഓടിക്കുമ്പോൾ ഐ വെരി മച്ച് ലൈക്ക് ദിസ് കാർ. ഞാൻ ഈ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടിയും ഓടിച്ചതാണ്. പക്ഷേ ഒരു ഡ്രൈവർ സെൻട്രിക് ആയിട്ടൊരു കാറായിട്ടാണ് എനിക്ക് ഈ സിട്രോണിന്റെ കാറിന് ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ള വണ്ടികളൊക്കെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് നമ്മൾ കണ്ണിപ്പൊട്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ സിട്രോൺ നല്ലൊരു പ്രൊഡക്റ്റ് തന്നിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു കാറ് തന്നിട്ടാണ് നമുക്ക് സിട്രോണിന്റെ കഴിവ് തെളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ റിയലി ഗുഡ് തിങ്. മൊത്തത്തിൽ നോക്കുമ്പോൾ C3 എയർക്രോസ് ഓട്ടോമാറ്റിക് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് കാർസ് ഇൻ ദിസ് സെഗ്മെന്റ്, എസ്പെഷ്യലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രൈവിംഗ്. ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും നല്ല രീതിയിലുള്ള റെസ്പോൺസ്, നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് ഡൈനാമിക്സും ഫൺ ഫാക്ടറും കൊടുക്കുന്ന ഒരു വണ്ടിയാണ് C3 എയർക്രോസ്. സോ സിട്രോണിൽ തന്നെ ബാക്കി വീഡിയോസും ബാക്കി വണ്ടികളുടെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.